നമസ്കാരം. ഞാൻ ഡോക്ടർ സുനിൽകുമാർ മേനോൻ, തൃശ്ശൂർ ജില്ലയിൽ അമല മെഡിക്കൽ കോളേജിൽ ശിശുരോഗ വിഭാഗത്തിൽ പ്രൊഫസറായി ജോലി ചെയ്തു വരികയാണ്. പ്രിയമുള്ളവരെ, ഭാരത സർക്കാർ എല്ലാ വർഷവും ജനുവരി 24-ന് ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നു. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കാൻ കഴിവുള്ള പ്രതിഭകളാണ്. നമ്മുടെ പെൺകുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ അവരെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനും മെച്ചപ്പെട്ടതും അന്തസ്സുള്ളതുമായ ജീവിതം നയിക്കാൻ സഹായിക്കാനും ശാക്തീകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി 1966 ജനുവരി 24-ന് ചുമതല ഏറ്റെടുത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ സർക്കാർ 2008 മുതൽ ഈ ദിനം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ആചരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പെൺമക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെയും ശക്തികളെയും ചിന്തകളെയും ഉണർത്തി അവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തെ പെൺമക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം, ആരോഗ്യം, ചികിത്സ, ഭക്ഷണം എന്നിവ നൽകുന്നതിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയും അതിന് പരിശ്രമിക്കുന്നതിനു വേണ്ടിയുമാണ് ഈ ദിനം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ പെൺകുട്ടികൾ സമൂഹത്തിൽ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നടത്താനും ഈ ദിവസത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ സുരക്ഷിതരാണോ? അവർക്ക് വേണ്ടി രാജ്യം ഒരുപാട് നിയമങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിയമങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലിംഗാസമത്വം, ബാലവേല, ശൈശവ വിവാഹം, ശാരീരിക പീഡനം, അധിക്ഷേപം എന്നിങ്ങനെ എണ്ണം പറഞ്ഞ ദുരന്തങ്ങൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. ഈ ദിവസത്തിൽ നമ്മുടെ സമൂഹത്തിൽ ശക്തമായ സന്ദേശം നൽകാൻ രാജ്യത്തിൻ്റെ എല്ലാ വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്ക് എതിരെ ഓരോരുത്തരും ഒരുമിച്ച് പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, അവർക്ക് തുണയായി അവളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ അവരെ സഹായിച്ച് നമുക്ക് ഉരുക്കു വനിതകളെയും ധൈര്യശാലിയായ പെൺകുഞ്ഞുങ്ങളെയും ഈ ലോകത്തിന് സമ്മാനിക്കണം. പെൺകുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ മലാലയെ പോലെയുള്ള വ്യക്തികളെ ഓർമ്മിക്കാത്ത ഒരു ബാലികാ ദിനവും കടന്നു പോയിട്ടില്ല. പ്രിയമുള്ളവരെ, ഇതിൻ്റെ തുടക്കം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആവട്ടെ. നമ്മുടെ വീടുകളിൽ ഓരോ ആൺകുട്ടി ജനിക്കുമ്പോഴും നമ്മുടെ അമ്മമാർ 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒന്ന്, എന്താണ് ഒരു പെൺകുട്ടി? രണ്ടാമത്, ഒരു പെൺകുട്ടിയെ എങ്ങനെ ബഹുമാനിക്കണം? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ജനിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ എത്ര കരുതലോടെയാണ് അവരെ വളർത്തുന്നത്. മുലപ്പാൽ കൊടുത്തും 6 മാസം മുതൽ കുറുക്ക് കൊടുത്തും നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം കൊടുത്തും നല്ല ഉൾപ്പെടിയിപ്പിച്ചും അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഓരോ വാക്സിനേഷൻ കൊടുത്തും അവരെ നമ്മൾ കൗമാരപ്രായത്തിലേക്ക് എത്തിക്കുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവർക്ക് അനുയോജ്യമായ കായിക മേഖലകളിലും അവർക്ക് വളർന്നു വരുമ്പോൾ കാർ ഓടിക്കാനും പ്ലെയിൻ പറപ്പിക്കാനും വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കഴിവുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് അവസരങ്ങളുടെ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കണം. ഉൾക്കരുത്തോടെ വളരട്ടെ നമ്മുടെ ഓരോ പെൺകുട്ടികളും. പെൺകുട്ടികളുടെ അവകാശങ്ങളും സ്വപ്നങ്ങളെയും നമുക്ക് ഒരുമിച്ച് കരുത്ത് പകരണം. നമ്മുടെ പെൺകുട്ടികൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുമുണ്ട്. അവരുടെ കഴിവുകൾ അനന്തമാണ്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ആകാശത്തിൽ ഉയരാനും ഭൂമിയുടെ ആഴങ്ങളിൽ എത്താനും വരെ കഴിവുകളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി, സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീമതി സരോജിനി നായിഡു, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കവയിത്രിയായ സുഗതകുമാരി അമ്മ, ബഹിരാകാശത്ത് പോയ ശ്രീമതി കൽപ്പന ചൗള, സുനിത വില്യംസ്, ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ട്, നമുക്ക് 2 സ്വർണ്ണ മെഡൽ നേടിത്തന്ന മനു ഭാക്കർ, നമ്മുടെ കേരളത്തിൻ്റെ പയ്യോളി എക്സ്പ്രസ് എന്ന് പറയുന്ന PT ഉഷ, ഇപ്പോൾ അതിർത്തി കാക്കുന്ന ജവാന്മാർ
സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന, അവരെ സൂക്ഷിക്കുന്ന ഡോക്ടർ, തൃശ്ശൂർക്കാരിയായ ഡോക്ടർ ദുർഗാ പാർവതി മോഹൻ എന്നിവരെ പോലുള്ള ധീരരായ വനിതകളെ നമുക്ക് വാർത്തെടുക്കുവാൻ പറ്റും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് എതിരെയുള്ള അതിക്രമങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നേരെ കൈനീട്ടി അവരെ സഹായിക്കുമ്പോൾ അവർക്ക് ഈ ലോകത്ത് ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ പറ്റും. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിയായി, ഒരു സമൂഹമായി, ഒരു ജനതയായി നമുക്ക് ഇവർക്കൊരു കൈത്താങ്ങായി മാറാം. പ്രിയമുള്ളവരെ, നമ്മുടെ അമല മെഡിക്കൽ കോളേജിൽ ശിശുരോഗ വിഭാഗവും സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഈ ദിനത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. അതുപോലെ ശിശുരോഗ വിഭാഗം ഡോക്ടേഴ്സിൻ്റെ ദേശീയ സംഘടനയായ IAPയും തൃശ്ശൂർ ജില്ലയിലെ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും ഈ ദിനത്തിൽ ഒരുപാട് പരിപാടികൾ പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പെൺകുട്ടികൾക്ക് സമത്വവും മികച്ച വിദ്യാഭ്യാസവും നൽകി അവരെ നമുക്ക് വളർത്താം. കാരണം ഏതൊരു അക്രമിയും ഭയക്കുന്നത് പുസ്തകം കയ്യിലുള്ള പെൺകുട്ടിയാണ്. അവർക്ക് ശക്തി പകരുന്നത് അവരുടെ സമൂഹം തന്നെയാണ്. പ്രിയമുള്ളവരെ, പെൺകുട്ടികളെ ഒരു ബാധ്യതയായിട്ടല്ല, ഒരു ഭാഗ്യമായിട്ട് വേണം നമുക്ക് കരുതണം. പെൺകുട്ടികൾക്ക് ബഹുമാനിക്കുന്ന തലമുറകളെ എല്ലാ ദിവസവും വാർത്തെടുക്കാൻ കേൾപ്പുള്ള ഒരു ഭാവി തലമുറയാകട്ടെ ഈ ദേശീയ ബാലിക ദിനത്തിൻ്റെ ആചാരം. നന്ദി, നമസ്കാരം.